ഓക്കെ, നമുക്കിന്ന് ഹാർഡ് ഡിസ്കിനെ കുറിച്ച്, ഹാർഡ് ഡിസ്കിൽ എന്തിനാണ് ഡ്രൈവ് പാർട്ടീഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഹാർഡ് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് ഒരു സ്പിൻഡിൽ മോട്ടറിലാണ് റൊട്ടേറ്റ് ചെയ്യുക. 7200 അല്ലെങ്കിൽ 5400 അല്ലെങ്കിൽ 10K, സെർവറിലൊക്കെ ആണെങ്കിൽ 10K 15K, അതായത് RPM എന്ന് പറയും, റൊട്ടേഷൻ പെർ മിനിറ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലേറ്ററിലാണ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡായിട്ടാണ്. ഇതാണ് അതിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. 7200 RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. ഹാർഡ് ഡിസ്കിനനുസരിച്ച്, കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പ്ലേറ്റുകളും ഒന്നിൽ കൂടുതൽ സൈഡുകളിലും ഡാറ്റ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 80 GB ഒരു ഹാർഡ് ഡിസ്ക് വെക്കുകയാണെങ്കിൽ, ഈ ഹാർഡ് ഡിസ്കിനെ സാധാരണ എല്ലാവരും പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറയണ്ട, ഒരു ഹാർഡ് ഡിസ്ക് പ്ലേറ്റർ എടുക്കുന്നു, 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, 20 GB 4 പാർട്ടീഷൻ. ആക്ച്വലി 20 GB ആക്ച്വലി കിട്ടൂല, നമ്മളിപ്പം പഠിക്കാൻ വേണ്ടി കണ്ടോ 4. പക്ഷെ ശരിക്കും പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടോ, C ഡ്രൈവ്, D ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട്. പാർട്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 512 ബൈറ്റ്സ് ഉള്ള സെക്ടറുകളായിട്ട് ഇതിനെ തിരിക്കും. അപ്പൊ നമുക്കിത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ലൊക്കേറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ തിരിക്കും. അതിനുശേഷം നമ്മളൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരിക്കും ഒരു ഇപ്പോൾ 40 GB ഒരു പാർട്ടീഷൻ ആക്ച്വലി ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 20 GB ആണ് നമുക്ക് എന്ത് വരിക, C ഡ്രൈവ് ആയിട്ട് വരിക. പിന്നെ D ഡ്രൈവ്, ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യും, ഒരു ഡ്രൈവ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യും. അപ്പൊ അതില് ഏറ്റവും ആദ്യത്തെ ട്രാക്കിനെ ട്രാക്ക് 0 എന്ന് പറയും. അതിലാണ് MBR, മാസ്റ്റർ ബൂട്ട് റെക്കോർഡും, അത് കഴിഞ്ഞിട്ടാണ് പാർട്ടീഷൻ ടേബിൾ, അത് കഴിഞ്ഞ ശേഷമാണ് പാർട്ടീഷൻസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രാക്ക് 0യിലാണ് ഈ പാർട്ടീഷൻ റിലേറ്റഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വരികയാണെങ്കിൽ ഓരോ ഡ്രൈവുകൾ, കാരണം നമ്മൾ പറഞ്ഞില്ലേ C ഡ്രൈവ്, D ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവുകളായിട്ട് തിരിക്കും. ഡ്രൈവിന്റെ ഉള്ളിൽ ഡയറക്ടറികൾ ഉണ്ടാവും. ഡയറക്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫയൽ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. FAT32, NTFS, REFS, റെസിലിയന്റ് ഫയൽ സിസ്റ്റം ആണ് ന്യൂ ടെക്നോളജി. അതേമാതിരി സെക്യൂരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ NTFS എന്ന് പറഞ്ഞ ഫയൽ സിസ്റ്റം ആണ്. അപ്പൊ ഇത് NTFSൽ നമ്മൾ ഡ്രൈവ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറിന്റെ മ്യൂസിക് പ്ലെയറിലൊന്നും പ്രോപ്പർ ആയിട്ട് എടുക്കൂല. പ്രത്യേകിച്ച് പെൻ ഡ്രൈവിൽ നമുക്ക് സാധാരണ വരുന്ന ഒരു ഇഷ്യൂ ആണ് കേട്ടോ, NTFSൽ ഫോർമാറ്റ് ചെയ്തിട്ട് മ്യൂസിക് ഡ്രൈവ് കാറിലെ മ്യൂസിക് പ്ലെയറിലൊന്നും എടുക്കാത്തൊരു വിഷയം. പിന്നെ REFS റെസിലിയന്റ് ഫയൽ സിസ്റ്റം ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിൻഡോസ് 2012 R2ന്റെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്തതാണ് എന്ത്, REFS എന്ന് പറഞ്ഞ ഫയൽ സിസ്റ്റം. ഇത് വിൻഡോസ് ബേസ്ഡ് ആണ്. അതേമാതിരി ലിനക്സ്, DXT ആപ്പ്, ഇങ്ങനെയുള്ള ലിനക്സിലുള്ള ഫയൽ സിസ്റ്റംസ്. അപ്പം ഡ്രൈവ് അറേഞ്ച് ചെയ്യാനും നമുക്ക് എവിടെയാണ് എന്താണ് റീഡ് ചെയ്യാൻ, ലൊക്കേറ്റ് ചെയ്യുക, അതേമാതിരി പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫയൽ സിസ്റ്റം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ മൈ കമ്പ്യൂട്ടറിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മാനേജ് എടുക്കുക. അവിടെ ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഡിസ്ക് മാനേജ്മെന്റിൽ സാധാരണഗതിയിൽ ലാപ്ടോപ്പ് ഒക്കെ മേടിച്ചു വരുമ്പോൾ ഒറ്റ ഡ്രൈവേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഡ്രൈവ് ആയിട്ട് വെക്കുന്ന കേസ് ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഫോർമാറ്റ് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവും. കാരണം അതർ ഡ്രൈവ്സിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫയല് കീപ്പ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ലാപ്ടോപ്പ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ഡ്രൈവ് എന്ത് ചെയ്യും, ഇങ്ങനെ ഡ്രൈവ് ഒറ്റ ഡ്രൈവ് ഉണ്ടാവുള്ളൂ. ഈ ഡ്രൈവിനെ നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ചിട്ട് വേറെ വേറെ പാർട്ടീഷൻ ആക്കാം. എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവ് പ്രൈമറി പാർട്ടീഷൻ ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ബൂട്ട് പാർട്ടീഷൻ ഉണ്ടോ, ബൂട്ട് പാർട്ടീഷൻ ആയിരിക്കും. അതേമാതിരി നമുക്ക് രണ്ടാമത്തെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. രണ്ടാമത്തെ ഹാർഡ് ഡിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ന്യൂ സിമ്പിൾ വോളിയം. വിൻഡോസ് 10ൽ ഇത് വോളിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരാം. വിൻഡോസ് 7ലാണെങ്കിൽ മാക്സിമം 4 പ്രൈമറി പാർട്ടീഷൻ അല്ലെങ്കിൽ 3 പ്രൈമറി, ഒരു എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ, അങ്ങനെയുള്ള കോൺസെപ്റ്റ്. നമുക്ക് ലോജിക്കൽ ഡ്രൈവ്സ് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ താഴത്തുള്ള ഡ്രൈവിന് ജസ്റ്റ് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് 250 GB കൊടുക്കുന്നത് 250 30, അങ്ങനെയാണ് എളുപ്പത്തിൽ ഡ്രൈവ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ദെൻ കാരണം നമുക്ക് ഫിലിംസ് ലോഡ് ചെയ്യാനാണെങ്കിൽ ഫിലിംസ് എന്നാണ് പേര് കൊടുക്കുക. അതേമാതിരി ഇത് ഫോർമാറ്റ് ചെയ്യുക, ക്വിക്ക് ഫോർമാറ്റ് കൊടുക്കുക, ഫിനിഷ്. അപ്പോൾ ബാലൻസ് ഉള്ള ഡ്രൈവിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഡ്രൈവായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് അത് ചെയ്യാം.
ഇതാണ് സാധാരണഗതി നമ്മളൊരു ഫ്രഷ് ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ വിൻഡോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, സി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡ്രൈവേ ഉള്ളൂ. നമുക്കപ്പോൾ അത് എന്ത് ചെയ്യണം, മുറിക്കണം. ഡ്രൈവിനെ പകുതിയായിട്ട് മുറിക്കുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഷ്രിങ്ക് ചെയ്യാന്ന്. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്താ ഷ്രിങ്ക് വോളിയം. അപ്പോൾ നമ്മളത് മുറിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും സി ഡ്രൈവിന് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യാം, ഇതിന് കൊടുക്കുക. അപ്പോൾ ഞാൻ 250 GB ആയിട്ടാണ് മുറിക്കുന്നത്. ഷ്രിങ്ക് കണ്ടോ, അപ്പോൾ സി ഡ്രൈവിന് 250 വന്നു. അടുത്ത സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വോളിയം ഉണ്ടാക്കാം. അപ്പോൾ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്ക് ഒക്കെ ഇപ്പോൾ സി ഫോർമാറ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ കൊടുത്ത ഫയലൊക്കെ ഡി ഡ്രൈവിൽ കിടന്നു ഷ്രിങ്ക് ചെയ്യാം. കണ്ടോ, ഇനി മൈ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് സി അടിക്കുക. കണ്ടോ, ദിസ് പി സി കണ്ടോ, സി ഡ്രൈവ് OS ഉള്ളത് ഡാറ്റ ജി എന്ന് പറഞ്ഞ ഡ്രൈവിലോട്ട് വന്നു. ഫിലിംസ്, ന്യൂ വോളിയം, ഇത്രയും ഡ്രൈവുകൾ ഇതിൽ ക്രിയേറ്റ് ആയി. ഇത് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇപ്പൊ താഴത്തെ ഇതില് നമുക്ക് പിന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ സി ഡ്രൈവിൽ സ്പേസ് തികയാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡി ഡ്രൈവ്. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് ഷ്രിങ്ക് ചെയ്യാം കേട്ടോ. ഒരു 100 GB ഉള്ള ഒരു ഡ്രൈവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും മുറിക്കാം. ഫയൽ യൂസ് ചെയ്യാത്ത സ്പേസ് എങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, അതിനെ ന്യൂ ഒരു ഡ്രൈവ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം കണ്ടോ, അത് അസൈൻ ചെയ്തപ്പോൾ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ആയിട്ടാണ് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തത്. കാരണം മാക്സിമം 3 പ്രൈമറി പാർട്ടീഷൻ, 1 എക്സ്റ്റെൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് സി ഡ്രൈവിൽ സ്പേസ് ഇല്ലാത്ത ഒരു സിനാരി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് ഡ്രൈവിലുള്ള ഫയലൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യും. യെസ്, അപ്പൊ അത് ഫ്രീ സ്പേസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ എക്സ്റ്റെൻഡിന്റെ ഉള്ളിലാണ്. അപ്പം അത് ഒരിക്കലും ഈ സി ഡ്രൈവിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ളൂ, അതായത് ഈ സിയിലോട്ട് ഒരു ഫയൽ എടുക്കുന്നെങ്കിൽ ഈ വലതു ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള ഫയൽ ഉണ്ടെങ്കിൽ, അതായത് ജി ഡ്രൈവിൽ ഫയൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കോപ്പി ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ഡ്രൈവിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇപ്പൊ നമുക്ക് 250 GB ഉള്ള 100 GB കൂടെ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ട, എക്സ്റ്റെൻഡഡ് വോളിയം, നെക്സ്റ്റ്. കണ്ടോ, അവിടെ നമ്മൾ എത്ര 100 GB, അല്ലെങ്കിൽ ഒരു 50 GB ആണെങ്കിൽ 50, 1 2 3, നെക്സ്റ്റ്, ഫിനിഷ്. കണ്ടോ, 250 എന്നുള്ള 300 GB. പിന്നെയാണ് ഈ സ്പേസ്. അപ്പൊ ഇതും തമ്മിൽ യാതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ആണ്, ഇത് നോർമൽ ആയിട്ടുള്ള അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ്. താഴെ ഇവിടെ ഓരോന്നും കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഷ്രിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡ്രൈവിനെ മുറിക്കുകയാണ്. മാക്സിമം 3 ഡ്രൈവാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഗ്രാഫിക്കലി പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക. എക്സ്റ്റെൻഡ് വോളിയം ആയി കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് വോളിയത്തിന് ഉള്ളിൽ മുറിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിൾ വോളിയം എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു 25 GB ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, അത് ആ എക്സ്റ്റെൻഡിന്റെ ഉള്ളിലുള്ള സ്പേസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ 25 GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ടോ, ബാലൻസ് ഉള്ള 75 GB വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരിക്കലും, അതായത് നമുക്കിപ്പോ ഈ ഒരു സ്പേസ് ഇല്ല, 96 GB ഉള്ള സ്പേസിനെ ജിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. എപ്പോഴും വലത് നിന്ന് ഇടത്തോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പൊതുവേ നമ്മൾ IT അഡ്മിന്മാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കേസാണ്. അപ്പൊ ഡ്രൈവിനെ മുറിക്കുന്നത് എങ്ങനെയാണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷ്രിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് പുതിയൊരു പാർട്ടീഷൻ ആയിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഡ്രൈവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.